നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോക്പിറ്റിലേക്ക് ലേസർ രശ്മി അടിച്ച് പൈലറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനുള്ള ശ്രമം. ചെന്നൈ വിമാനത്താവളത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. വിമാനം ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കോക്പിറ്റിലേക്ക് ലേസർ രശ്മി അടിച്ച് നിയന്ത്രണം നഷ്ടപ്പെടുത്താനായിരുന്നു ശ്രമം. 2 ആഴ്ചയ്ക്കിടെ 3-ാം തവണയാണ് ഇത്തരത്തിൽ ലേസർ രശ്മി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പൂനെയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം പറന്നിറങ്ങുന്നതിനിടെ ലേസർ രശ്മി പതിക്കുന്ന സാഹചര്യമുണ്ടായി. കാഴ്ച തടസ്സപ്പെട്ട പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തിയ ശേഷം കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ലേസർ പ്രകാശം നിലച്ചു. ഇതോടെ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സാധിച്ചു. 178 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. ഗിണ്ടി ഭാഗത്തു നിന്നാണ് ലേസർ രശ്മി വന്നതെന്ന് വിമാനത്താവള അധികൃതർ കണ്ടെത്തി. സ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പറന്നിറങ്ങുമ്പോഴും ഉയരുമ്പോഴും കോക്പിറ്റിലേക്ക് ലേസർ രശ്മികൾ പതിക്കുന്നത് വിമാനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയിലേക്ക് നയിക്കും. ലേസർ രശ്മികൾ വരുമ്പോൾ അല്പനേരത്തേക്ക് പൈലറ്റിന് കാഴ്ച തടസ്സമുണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ മെയ് 25-നും ജൂൺ 6-നും ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിമാനങ്ങളിൽ ലേസർ രശ്മികൾ പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത നോക്കാം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിശദമായി നോക്കാം. മോശം കാലാവസ്ഥ കാരണം ലാൻഡ് ചെയ്യാനാകാതെ 32 മണിക്കൂറിന് ശേഷം സൂറിച്ചിൽ, അതായത് എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു അവിടെ 32 മണിക്കൂറുകൾക്ക് ശേഷം വിമാനം തിരിച്ചിറക്കി. സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഗ്രീസിലേക്ക് പറന്ന വിമാനമാണ് ഇത്തരത്തിലൊരു അനുഭവത്തിലൂടെ കടന്നുപോയത്. മെയ് 24-ാം തീയതിയാണ് സംഭവം ഉണ്ടായത്. സൂറിച്ചിൽ നിന്ന് ഗ്രീസിലെ ക്രീറ്റിലെ ഹെരാക്ലിയോണിലേക്ക് പറന്ന കോണ്ടോർ DE-1234 വിമാനമായിരുന്നു ഇത്തരത്തിൽ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ തിരിച്ചിറക്കേണ്ടി വന്നത്. വിവിധ വിമാനത്താവളങ്ങളിൽ 5 തവണയാണ് ലാൻഡ് ചെയ്തത്. മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന സാഹചര്യമുണ്ടായി. 30 മിനിറ്റിന് വൈകിയായിരുന്നു ടേക്ക് ഓഫ്. 2 മണിക്കൂറിന് ശേഷം ലാൻഡിങ്ങിന് തയ്യാറെടുത്തിരുന്നു. എന്നാൽ ശക്തമായ കാറ്റ് വിമാനത്തിന്റെ ലാൻഡിങ്ങിന് തടസ്സം സൃഷ്ടിച്ചു. പൈലറ്റ് ഏതൻസിലേക്ക് തിരിച്ച് ഇന്ധനം നിറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സൂറിച്ചിൽ നിന്ന് പുറപ്പെട്ട് 3 മണിക്കൂറിന് ശേഷം വിമാനം ഗ്രീക്ക് തലസ്ഥാനത്ത് തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു. 2.5 മണിക്കൂറിന് ശേഷം പൈലറ്റ് ഹെരാക്ലിയോണിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. മോശം കാലാവസ്ഥ കാരണം ലാൻഡിംഗ് നടന്നില്ല. വീണ്ടും ഇന്ധനം നിറയ്ക്കാൻ ഗ്രീക്ക് ദ്വീപായ കോസിൽ ഇറക്കാൻ ശ്രമിച്ചു. ഈ ശ്രമവും പരാജയപ്പെട്ടു. വിമാനത്തിൽ വീണ്ടും ഇന്ധനം തീരാറായതോടെ ഗ്രീസിലെ 2ാമത്തെ വലിയ നഗരമായ തെസലോനിക്കയിലേക്ക് വിമാനം തിരിച്ചുവിട്ടു. അപ്പോഴേക്കും വിമാനം പുറപ്പെട്ടിട്ട് 11 മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. ഒടുവിൽ തെസലോനിക്കയിൽ യാത്രക്കാരും ഫ്ലൈറ്റ് ജീവനക്കാരും രാത്രി താമസിച്ചു. അടുത്ത ദിവസം ഹെരാക്ലിയോണിൽ ലാൻഡ് ചെയ്യാൻ അവസാനമായ ഒരു ശ്രമം പൈലറ്റ് നടത്തി. അത്തരത്തിൽ ക്രൂ ഒരു തീരുമാനത്തിലെത്തി. പക്ഷേ അപ്പോൾ ആ സമയം പ്രതികൂല കാലാവസ്ഥ, കാറ്റ് വീശുന്നുണ്ട്. ഇതേ തുടർന്ന് ഏതൻസിലേക്ക് വഴി തിരിച്ചുവിടുകയും പിന്നീട് സൂറിച്ചിലേക്ക് തന്നെ തിരികെ പറക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. 32 മണിക്കൂറിന് ശേഷം വിമാനം പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഇതിനിടെ 5 ഇടങ്ങളിലാണ് വിമാനം ലാൻഡ് ചെയ്തത്. വിമാനം ആകെ 5 തവണ ലാൻഡ് ചെയ്തു. യാത്രക്കാർക്ക് വെള്ളം മാത്രമേ നൽകിയുള്ളൂ എന്നും തെസലോനിക്കയിൽ ഹോട്ടൽ മുറിയുടെ ചെലവ് യാത്രക്കാർ നൽകേണ്ടി വന്നു എന്ന അടക്കമുള്ള ആരോപണങ്ങളും ശക്തമായിരുന്നു. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ലാൻഡിങ്ങിനിടെ വിമാനത്തിന് അപായ മുന്നറിയിപ്പ്. ഇറ്റലിയിലെ നേപ്പിൾസിൽ നടന്നത് നാടകീയ സംഭവ വികാസങ്ങൾ. ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കിയ വിമാനമാണ് ലാൻഡിങ്ങിനിടെ വഴിതിരിച്ചു വിടേണ്ടി വന്നത്. റൺവേ ലക്ഷ്യമാക്കി കുതിക്കുകയായിരുന്ന വിമാനം 20 അടി വ്യത്യാസത്തിൽ എത്തിയപ്പോഴായിരുന്നു അപായ മുന്നറിയിപ്പുണ്ടായത്. പിന്നാലെ ട്രസ്റ്റ് കൊടുത്ത് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 20 അടിയുടെ വ്യത്യാസത്തിൽ ലാൻഡ് ചെയ്യാനാവാതെ വിമാനം വഴിതിരിച്ചു വിടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനമായിരുന്നു ലാൻഡ് ചെയ്യാനാകാതെ തിരിച്ചുപോയത്. ഫിലാഡൽഫിയയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്തിയ വിമാനമായിരുന്നു ഇത്. രാവിലെ 10 മണിയോടെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. സാധാരണ ബോയിങ് 787-8 വിമാനമാണ് ഫിലാഡൽഫിയയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്താറുള്ളത്. എന്നാൽ വന്നതാകട്ടെ ബോയിങ് 7879 ഡ്രീം ലൈനർ വിമാനമാണ്. അതുകൊണ്ടാണ് വിമാനം വഴിതിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനാകാത്ത സാഹചര്യത്തിലേക്ക് നയിച്ചത്. പതിവായി എത്താറുള്ള വിമാനത്തേക്കാൾ 20 അടി നീളക്കൂടുതലാണ് ഡ്രീം ലൈനർ വിമാനത്തിന്. പ്രവർത്തന നിയന്ത്രണങ്ങൾ കാരണമാണ് വിമാനം തിരിച്ചുവിട്ടതെന്നാണ് അധികൃതർ അറിയിച്ചത്. റോമിൽ ഇറങ്ങാൻ നിർബന്ധിതരാവേണ്ടി വന്ന യാത്രക്കാർക്ക് ബസ് മാർഗം 3 മണിക്കൂറിലേറെ നേപ്പിൾസിലേക്ക് സഞ്ചരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായി അമേരിക്കൻ എയർലൈൻസ് അധികൃതർ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. അതായത് ഈ കാലാവസ്ഥ പലപ്പോഴും വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് സൃഷ്ടിക്കാറുള്ളത്. ചിലപ്പോൾ പറന്നുയരുമ്പോഴായിരിക്കും കാലാവസ്ഥ പ്രതികൂലമാകുന്നത്, അടിയന്തരമായി തിരിച്ചിറക്കണമെന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 6000 അടി കുതിച്ചതും അപകടമുണ്ടായി. വിമാനത്തിന് നെടുകെ മിന്നൽ പിളർ വന്നിടിക്കുകയായിരുന്നു. പൊടുന്നനെ കാറ്റിന്റെ ഗതി മാറി ഭീമൻ എയർ ഗട്ടറിൽ വീഴുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ ഒന്നടങ്കം ഭയന്ന് നിലവിളിച്ചു. റയാൻ എയർ ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിന് പിന്നാലെ മിന്നൽ വന്നിടിക്കുകയായിരുന്നു. പിന്നാലെ ആകാശ ചുഴിയിൽ വീണ് വിമാനം ആടി ഉലയുകയായിരുന്നു.
പിന്നാലെ എമർജൻസി ലാൻഡിംഗ് നടത്തി 9 യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു. ബുധനാഴ്ച രാത്രിയാണ് മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടത്. വളരെ മോശം കാലാവസ്ഥയിലായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ വീശിയ കൊള്ളിയാനാണ് യാത്രാ വിമാനത്തെ അപകടത്തിലാക്കിയത്. മ്യൂണിക്കിൽ നിന്ന് 113 കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമിംഗ്ജൻ വിമാനത്താവളത്തിലാണ് യാത്രാ വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടുന്ന സാഹചര്യം വന്നത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെങ്കിലും യാത്രക്കാരായ 9 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. 2 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആകാശച്ചുഴിയിൽ വീണ് പരിക്ക് പറ്റിയത്. എന്തായാലും ടേക്ക് ഓഫിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എമർജൻസി ലാൻഡിംഗ് നടത്തി വളരെ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായിരുന്നെങ്കിലും വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ട സാഹചര്യം കൊണ്ടാണ് അടിയന്തരമായി നിലത്തിറക്കിയത്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 2 വയസ്സുള്ള ആൺകുട്ടിക്ക് ശരീരത്തിൽ പലയിടത്തും ചതവേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ആകാശച്ചുഴിയിൽപ്പെട്ട് വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 59 വയസ്സുള്ള ഒരു സ്ത്രീക്ക് കലശലായ നടുവേദന ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്നാലും പരിക്കേറ്റ ആൾക്കാരെല്ലാം ചികിത്സ അവർക്ക് നൽകുകയുണ്ടായി. ഈ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് വൈദ്യസഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു. എന്തായാലും റയൻ എയറിൻ്റെ ഔദ്യോഗിക വിശദീകരണം വന്നു. മാത്രമല്ല അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സംഭവം യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി. സിംഗപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിയ 22-കാരന് 7 വർഷത്തെ തടവ് ശിക്ഷയും 1,83,500 ദിർഹം പിഴയും വിധിച്ചു. ഈ വർഷം ഫെബ്രുവരി 14-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ കയറിയ ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ വിമാനം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ പോസ്റ്റ് പങ്കിടുകയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സിംഗപ്പൂർ അബുദാബി വിമാനത്തിന് ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരാൾ പോസ്റ്റ് പങ്കുവച്ച വിവരം കിട്ടിയുടൻ അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അയാൾ വിമാനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തി. റൺവേയിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങിയ വിമാനം ചാങ്കി വിമാനത്താവള ടെർമിനൽ 2-ലേക്ക് ഉടനെ തിരിച്ചു വിളിക്കുകയും അവിടെ വെച്ച് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. യുവാവിന്റെ പക്കൽ നിന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും കണ്ടെത്തിയില്ലെന്ന് സിംഗപ്പൂർ പോലീസ് അധികൃതർ അറിയിച്ചിരുന്നു. ഏത് വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉയർത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച കുറ്റത്തിനാണ് ഇയാൾക്ക് പരമാവധി ശിക്ഷയായ 7 വർഷത്തെ തടവും പിഴയും വിധിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.